നമ്മളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളല്ലേ. പക്ഷെ നമ്മൾ പെർട്ടിക്കുലർലി നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ പലപ്പോഴും അത് വർക്കാവില്ല, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, നമ്മൾ അതായിത്തീരുക എന്നുള്ളത്. ശ്രമിക്കുകയല്ല, നമ്മളത് ആയിത്തീരുക. സോ ഇത് ആദ്യമേ നമ്മൾ ശ്രമിച്ചാണ് നമ്മളത് ആയിത്തീരുന്നത്. ആ ശ്രമിക്കും തോറും ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ നമുക്കതിന് പെട്ടെന്ന് എങ്ങനെ ആയിത്തീരാൻ പറ്റും? ഇതിന് ഒരു സിമ്പിൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. സിമ്പിളൊന്നുമല്ല, ത്രൂ പ്രാക്ടീസ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫാണ് നമ്മളെ ഇതിൽ നിന്ന്, മാനിഫെസ്റ്റേഷൻസിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന കാര്യം. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എങ്ങനെ ഉണ്ടാവുന്നുണ്ട്? ഇത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്. തോട്ട്, ഫീലിങ്സ്, ഇമോഷൻസ് ആണ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്. നമ്മളെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. എങ്ങനെ നമ്മുടെ മാനിഫെസ്റ്റേഷൻസിനെ ലിമിറ്റിംഗ് ബിലീഫ് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് വെൽത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ പറയുന്ന അഫർമേഷൻസ് എന്താ? ഐ എം ബിക്കമിങ് വെൽത്തി, ഞാൻ സമ്പത്തായി മാറുകയാണ്. അപ്പോൾ ഉള്ളിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് എന്താണ്? ഇതെങ്ങനെ നടക്കും? ആ ഒരു കോൺഫ്ലിക്റ്റ്. സോ ഇതിൻ്റെ ഈ ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് മാനിഫെസ്റ്റേഷൻസിലൂടെ നമ്മൾക്ക് ഓപ്പൺ ആവാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മാനിഫെസ്റ്റേഷനെ നമുക്ക് ഈസി ആക്കാൻ പറ്റും. ഇത് ത്രൂ നമുക്ക് കുറച്ച് പ്രാക്ടീസസ് ഉണ്ട്. സോ ഇനി വരുന്ന കമ്മിങ് വീഡിയോസിലൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ തോട്ട്, ഫീലിങ്സ്, ഇമോഷൻസിനെയൊക്കെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരാം. സോ ഇതാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.